ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നമുക്ക് പൊതുവെ എല്ലായിടും മാമ്പഴ സീസൺ ആണല്ലോ അല്ലേ? മാമ്പഴം മേടിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊരു അടിപൊളി പുട്ടുണ്ടാക്കിയാലോ. എന്തും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പുട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവേ. അതിനാവശ്യമായിട്ട് കുറച്ച് മാംഗോ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാട്ടോ. അതിനാവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോയുടെ പീസുകളും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാർ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. നമ്മൾ 1, 2, 3 ഇട്ട് പെട്ടെന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ പൾസ് മോഡിലിട്ട് നമ്മൾ പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് കട്ടയെങ്ങാനും പിടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് പൾസ് മോഡിലിട്ട് നിങ്ങളൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. നമ്മളൊന്ന് പിടിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഉരുണ്ട് വരുവാണെങ്കിൽ നമ്മുടെ പൊടി കറക്റ്റായിട്ട് പുട്ടിനുള്ള നനവ് വന്നു എന്നാട്ടോ അർത്ഥം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് കുറച്ച് വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എന്തോരം വേണേലും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. കപ്പലണ്ടി, മുന്തിരി, എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം, കുറച്ച് മധുരമൊക്കെ ഉണ്ടെങ്കിലും വിഷയമില്ലാത്തവർക്ക് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ശർക്കര ഒഴിവാക്കി തേങ്ങാപ്പീര മാത്രം ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പുട്ടുകുറ്റിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കാവേ. ഞാനിത് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ പുട്ടുപൊടി ആദ്യം കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആദ്യം തേങ്ങയും ശർക്കരയും അതിൻ്റെ ഒരു മിക്സില്ലേ അതിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ശർക്കരയുടെ തേങ്ങയുടെ മിക്സ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുമോ, എങ്ങനെ വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നടുക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശർക്കര ഒരു പാനിയായിട്ട് വരുമല്ലോ. അതപ്പോൾ നമുക്കത് പുട്ടിലേക്കൊക്കെ കയറി പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും, ഒരു നല്ലൊരു സ്വീറ്റായിട്ട് ഇരിക്കും. നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്സ് ഒക്കെ എങ്ങനെ വെക്കണമെന്നും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ. ഇനി ഇതെല്ലാം മധുരം ഇല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ശർക്കരയും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പീര മാത്രം വെച്ചിട്ട് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിലും മീൻ കറിയുടെ ഒക്കെ കഴിക്കാനാണെങ്കിലും നല്ലതാകട്ടോ. ഇനി കുട്ടികൾക്ക് നമുക്കിതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മക്കൾ കറിയില്ലാതെയാണെങ്കിലും കഴിച്ചോളും. നല്ല ടേസ്റ്റ് ആണല്ലോ ഇങ്ങനെ കഴിക്കാൻ. ഇപ്പം നമുക്കിതിൽ തേങ്ങാപ്പാൽ കുറച്ചൊന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ ആവിയെല്ലാം കയറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവേ. ഇനി നമുക്ക് ചിരട്ടപ്പുട്ടിലല്ലെങ്കിൽ അല്ലാതെ സാധാ നീളമുള്ള കുറ്റിയിലാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവേ. ഞാൻ വെറുതെ ബാക്കി വന്നപ്പോഴത്തേക്കും ഞാനും അങ്ങനെ തന്നെയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് നമുക്ക് അതേ മെത്തേഡിൽ തന്നെ സെയിം പുട്ടിൻ്റെ മിക്സും തേങ്ങയുടെ മിക്സും ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ആവിയേറ്റി എടുക്കാം കേട്ടോ. കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ പുട്ടാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.